നമസ്കാരം. ചെനാബ് പദ്ധതിയുമായോ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള സിന്ധു നദീജല കരാറുമായോ ബന്ധപ്പെട്ടോ ഇന്ത്യ വെള്ളം തടയാൻ ശ്രമിച്ചാൽ ഒരു നിമിഷം പോലും ആലോചിക്കാതെ യുദ്ധത്തിലേക്ക് നീങ്ങാൻ പാകിസ്ഥാൻ മടിക്കില്ലെന്ന് ഖ്വാജ ആസിഫ് പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രമുഖ പാക് TV ചാനലായ ARYക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഈ മിന്നൽ പ്രസ്താവന. ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പാകിസ്ഥാന്റെ ജലസുരക്ഷ അപകടത്തിലാണെന്ന് തോന്നിയാൽ കളി മാറും, അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. കിഷൻ ഗംഗ പദ്ധതി ഉൾപ്പെടെ ഇന്ത്യ നടപ്പിലാക്കുന്ന ഓരോ പദ്ധതിയും പാകിസ്ഥാന്റെ ജീവനാഡിയിൽ നേരിട്ട് കുത്തിവെക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു വശത്ത് നദീജല തർക്കങ്ങൾ അതിർത്തിയിൽ തീവ്രമായ ഒരു പോരാട്ട ഭൂമിയാകുമ്പോൾ മറുവശത്ത് മറ്റൊരു ടെസ്റ്റ് കൂടി ആസിഫ് പുറത്തുവിട്ടു. പാക് അധീന കശ്മീരിലെ പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും പിന്നിൽ ഇന്ത്യയുടെ പ്രോക്സി ശൃംഖല ആണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. വിദേശത്തു നിന്നുള്ള പ്രതിഷേധക്കാരും മാധ്യമങ്ങളും പിന്തുണക്കാരും ഇന്ത്യയുടെ ഈ രഹസ്യ ശൃംഖലയുടെ ഭാഗമാണെന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട്. ചെനാബ് നദിക്ക് കുറുകെയുള്ള ഇന്ത്യയുടെ 2 അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളെക്കുറിച്ചുള്ള ആശങ്കകളാണ് പ്രധാനമായും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിലിലും സമാനമായ രീതിയിൽ പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി UN രക്ഷാസമിതിക്ക് കത്തയച്ചിരുന്നു. സിന്ധു നദിയിലെ വെള്ളത്തിന്മേൽ ജലാധിപത്യം സ്ഥാപിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നതെന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. ജമ്മുകാശ്മീരിലെ റിയാസി ജില്ലയിലുള്ള സലാൽ അണക്കെട്ടിൽ വരുത്തുന്ന ഘടനാപരമായ മാറ്റങ്ങളും ചെളി നീക്കം ചെയ്യലും വഴി നദീതടത്തിന്റെ നിയന്ത്രണം ഇന്ത്യ പൂർണ്ണമായി ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നതായും നദിയിലെ ജലപ്രവാഹവുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ഇന്ത്യ പാകിസ്ഥാന് കൈമാറുന്നില്ലെന്നും പാകിസ്ഥാൻ നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്നു. ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച ഈ കരാർ അന്താരാഷ്ട്ര നിയമപ്രകാരം ഇപ്പോഴും നിലനിൽക്കുന്നതാണെന്നും നദീജല പ്രവാഹം തടസ്സപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ഏതൊരു നീക്കത്തെയും യുദ്ധപ്രവൃത്തിയായി കണക്കാക്കുമെന്നും പാകിസ്ഥാൻ നേരത്തെ അവകാശപ്പെട്ടിരുന്നു. 1960 ഉടമ്പടി അനുസരിച്ച് സത്ലജ്, ബിയാസ്, രവി ഉൾപ്പെടുന്ന കിഴക്കൻ നദികളിലെ അവകാശം ഇന്ത്യക്കാണ്. സിന്ധു, ഝലം, ചെനാബ് എന്നീ നദികളിലെ ജലമാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ സംഭരണശേഷിയുടെ അഭാവത്താലാണ് രവിയിലെ വെള്ളം ഇതുവരെ ആ രാജ്യത്തിന് നൽകിയിരുന്നത്. ഇനി സാഹചര്യം തീർത്തും മാറും. പാകിസ്ഥാനിലെ കാർഷിക മേഖലയെ ഉൾപ്പെടെ മോശം രീതിയിൽ ഈ നടപടി ബാധിച്ചു. ലാഹോർ, മുൾട്ടാൻ പോലുള്ള പ്രധാന നഗരങ്ങളിലെ കുടിവെള്ള ലഭ്യതയെ തന്നെ ഇത് ബാധിച്ചു. 1979 ഷാപൂർ ഖന്തി പദ്ധതി രൂപകൽപ്പന ചെയ്തത്. അതേസമയം ഇന്ത്യയുടെ നീക്കത്തിനെതിരെ ഇതിനോടകം തന്നെ പാകിസ്ഥാൻ ഹേഗിലെ മധ്യസ്ഥ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എന്നാൽ രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുക്കില്ല എന്നതു തന്നെയാണ് ഇന്ത്യൻ നിലപാട്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പഞ്ചാബിലെ 5000 ഹെക്ടറോളം കാർഷിക മേഖലയ്ക്ക് ഇത് ഗുണം ചെയ്യും. എന്തായാലും വെള്ളവും രക്തവും ഒന്നിച്ചൊഴുകില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇന്ത്യ മുന്നോട്ടു പോകുന്നത്. സിന്ധു നദീജല വിതരണ കരാറിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങിയത് പാകിസ്ഥാന് കനത്ത തിരിച്ചടിയായിരുന്നു. തൊട്ടു പിന്നാലെ ഇന്ത്യ ജമ്മു കാശ്മീരിലെ ചെനാബ് നദിയിൽ വമ്പൻ ജലവൈദ്യുതി പദ്ധതി ആവിഷ്കരിച്ചത് പാകിസ്ഥാന് കൂടുതൽ ആഘാതമായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് മറ്റൊരു തീരുമാനവും വന്നത്. നേരത്തെ രവി നദിയിൽ നിന്ന് ഇന്ത്യയുടെ ആവശ്യം കഴിഞ്ഞുള്ള അധിക ജലം പാകിസ്ഥാനിലേക്ക് ഒഴുക്കിയിരുന്നു. സമ്പദ് വ്യവസ്ഥയുടെ മുന്തിയ പങ്കും കൃഷി ആശ്രയിക്കുന്ന പാകിസ്ഥാന് ഇത് വലിയൊരു ആശ്വാസവുമായിരുന്നു. എന്നാൽ ഇതിപ്പോൾ നിലച്ചിരിക്കുകയാണ്. വെസ്റ്റേൺ നദികളായ സിന്ധു, ചെനാബ്, ഝലം എന്നിവയിലെ വെള്ളത്തിന് അധികാരം പാകിസ്ഥാനുണ്ട്. എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ ഈ കരാറിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു. ഭീകരർക്ക് സർവ്വ പിന്തുണയും നൽകുകയെന്ന നിലപാടിൽ നിന്ന് പാകിസ്ഥാൻ പൂർണ്ണമായും പിന്തിരിയും വരെ ഇനിയൊരു ബന്ധവും ഉണ്ടാകില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ചെനാബ് നദിയിലെ ജലവൈദ്യുതി പദ്ധതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകണമെന്ന് ഇതിന്റെ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇന്ത്യ തള്ളിയെന്നാണ് വിവരം.